ഞങ്ങളിത് ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളിത് മത്തേരയിലോട്ട് പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ് കേസ്. നല്ല വിശപ്പുണ്ട് കേസ്. ഞാൻ ഉപ്പുമാവും ക്യാരറ്റും കഴിക്കുകയാണ്. അപ്പോൾ മത്തേരൻ വരാനായിട്ട് നമുക്ക് ഇറങ്ങാനുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിരയിലാണ്. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തു, ഞങ്ങൾ നേരെ മത്തേരനിലേക്ക്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ റിക്ഷയുണ്ട്, അല്ലാതെ നമുക്ക് അങ്ങോട്ട് വണ്ടി അവൈലബിൾ അല്ല. ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കണം കേസ്. ഞങ്ങൾ റൂം എടുക്കാൻ പ്ലാനിട്ടല്ല വന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഹലോ, കുരങ്ങൻ നിന്നെ നോക്കിക്കോ. നിന്നെ പോലെ ഉണ്ടല്ലേ, നിന്നെ പോലെ ഇരിക്കുന്നത്. അടുത്തത് നോക്ക്. അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സ്പോട്ടിലോട്ട് പോവാം അല്ലേ മാളു? ഏതോ 12 സ്പോട്ട് ഉണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഓരോരോ സ്പോട്ടിൽ നമുക്ക് നോക്കാം. ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേസ്, ഒത്തിരി പേരുണ്ട്. ഇവിടെയാണെങ്കിൽ വണ്ടിയില്ല കേസ്. ഇവിടെ വണ്ടി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കുരങ്ങന്മാരുണ്ട്. ഇവിടെ കൂടെയാണ് ടോയ് ട്രെയിൻ പോകുന്നത് കേട്ടോ. കുഞ്ഞു പാളം. ഇവിടെ കൂടെ ഒരു ട്രെയിൻ പോകാൻ പറ്റുമെന്നൊന്നും തോന്നില്ലല്ലേ. ഫുള്ള് സ്ക്രാപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നു. ശരിയാ, അതേ ചെയിനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കിക്കർ, സ്പ്രിങ്. ഇതാണ് നമ്മുടെ മത്തേരയിലെ മാപ്പ്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെയാണ്, റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് സൺസെറ്റ് പോയിന്റ് അങ്ങോട്ട് പിടിക്കല്ലേ, ഓർ സ്പോട്ട്. സൺസെറ്റ് പോയിന്റിൽ നോക്കിയാൽ ഇവിടെ പിടിക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ ഈ സ്പോട്ടിൽ, ഈ ഒരു 4 സ്പോട്ടിൽ പോകാൻ പോവാം. ഇവിടെ അത്രയും. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആകാശഗംഗ, അത് 0.75 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ സൺസെറ്റ് പോയിന്റ് 2 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോവാണ്. ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. അത് കാലിട്ട് ചവിട്ട്, കാലിട്ട് കുതിരെ തൊട്ടിട്ട് ഓടുന്നു വാലി. സൺസെറ്റ് പോയിന്റിലേക്ക് 1.8 കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിങ്ങനെ നടക്കണമെങ്കിൽ സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, വ്യൂ കണ്ടോ, ഫുള്ളെന്ത് മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഫോഗൊക്കെ ആയിട്ട് അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂവിലാണ് കേസ് ഞങ്ങളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓവർ തണുപ്പുമില്ല, എന്നാൽ ഒരു വാം തണുപ്പും ഉണ്ട്. ഈ തണുപ്പാണ് കേസ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ആ തണുപ്പ് എൻജോയ് ചെയ്യാനും പറ്റും, ആ വൈബിൽ നടക്കാനും പറ്റും. എന്തൊക്കെയോ ബിൽഡിങ്സ് ഇവിടെ ഉണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒക്കെ ബിൽഡിംഗ് ഉണ്ടല്ലേ. ആരുമില്ല പക്ഷേ. ആ ബിൽഡിംഗ് ഉണ്ടോ? ഇവിടുന്ന് ഒറ്റ മനുഷ്യരിക്കില്ല കേസ്. ഒരു ഹോണ്ടഡ് പ്ലേസിൻ്റെ ഒരു ഫീലുണ്ട് ഇവിടെ. ഇലകളില്ലാത്ത മരം, അതിലൊരു വിജനമായ വീട്. അവിടെ ഒരു പട്ടി നിൽക്കുന്നു. പ്രേതം പറഞ്ഞു ജോമ ഫ്രണ്ടിൽ നിന്ന് പോട്ടെ. പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും കയറാം. ഇവിടെ ഫുള്ളും കേസ് ഹോണ്ടഡ് പ്ലേസ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഗോസ്റ്റ് ഫിലിമിലൊക്കെ വില്ലനെ ലാസ്റ്റ് കൊല്ലാൻ വേണ്ടി ഗോസ്റ്റ് ഒരു കാട്ടിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവരുമല്ലോ, ആ ഒരു ഫീലാണ് ഗൈസ്. ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം ഒന്ന്, പക്ഷെ എത്തിയത് വേറെ അടുത്ത്. നമുക്ക് ഇവിടെയല്ല വരാനുണ്ടായിരുന്നു, നമുക്ക് അപ്പുറത്തൂടെയായിരുന്നു പോകാനുള്ളത്. പക്ഷെ എക്കോ പോയിന്റിലൊക്കെ പോവാമല്ലോ. പക്ഷെ നമ്മൾ അവിടെ വിട്ടു, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടു. ഏത് വഴി പോകണമെന്ന് ഒരു പിടുത്തമില്ല. 2 വഴിയുണ്ട്. ഇത്
വാ നമുക്ക് ലെഫ്റ്റ് തന്നെ പിടിക്കാം. ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ഗൈസ് ഇപ്പോൾ. ഇത് ഏതോ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ ഇരിപ്പുണ്ട്. എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതേ ടോയ്ലറ്റ് ആണോ? മാളു ഓടിക്കോ, പ്രേതം പ്രേതം ഓടിക്കോ. കണ്ടോ പ്രേതത്തെ? ഇതേ നിൽക്കുമല്ലേ, എൻ്റെ മുന്നേ നിൽക്കുമല്ലേ പ്രേതം. മാളു പ്രേതം ഓടിക്കോ എന്നല്ലേ പറഞ്ഞേ. പ്രേതം എന്ന് പറഞ്ഞിട്ട് അനക്കാതൊക്കെ നിൽക്കുവാ. കാരണം എനിക്ക് പ്രേതത്തെ കാണണം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എന്താണെന്ന്. ഇവിടെ എന്തോ വീടോ എന്തോ ഉണ്ടായിരുന്നു കേസ്. കണ്ടോ ആ ഒരു എല്ലായിടത്തും ഈ ഒരു ഇതുണ്ട്. ആ ഗേറ്റ് കടന്ന് വന്നത് മുതൽ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വൈബിലുള്ള ഹൗസൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇവിടെയുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അതൊരു ബ്രിട്ടീഷ് വൈബിലുള്ള നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഗോസ്റ്റ് ഹോണ്ടഡ് ഹൗസ് പോലെ അവിടെ ഒരു വീടുണ്ട്. അവിടെ ആരും ഉണ്ട്, ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാ. ശരിക്കും ഒരു ഗോസ്റ്റ് ഹൗസ് ഫീല് കിട്ടുന്നുണ്ട്. നമ്മളിതേ തിരിച്ചു പോവാണ്. വേണ്ട, എന്തൊക്കെയോ അനക്കമുണ്ട്. ഞങ്ങളിത് തിരിച്ചു പോവാണ്. മഴയും പെയ്യുന്നുണ്ട്. ഇത് നല്ല മഴയുണ്ട്. ഞങ്ങൾ വന്ന് എവിടേക്ക് എത്തി. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് വേറെ സ്ഥലത്ത്, പക്ഷേ ഞങ്ങൾ എത്തിയത് ഒരു സ്ഥലത്ത്. ഇത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എക്കോ പോയിന്റ്, കിങ് ജോർജ് പോയിന്റ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഷോർട്ടർ റൂട്ട്. ഞങ്ങൾ സൺസെറ്റ് പോയിന്റിലോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്. ശരിക്കും നമ്മൾ ഒരു മാപ്പ് തന്നിട്ട് ഈ മാപ്പ് നമ്മളിപ്പോൾ ഒരു വലിയ മറ്റൊരു ഈ താക്കോല് കിട്ടി പോകാന്ന് പറയൂലേ. ഒരു മാപ്പ് വന്നിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പേര് പറയും ഹണ്ടിങ്, ട്രഷർ ഹണ്ടിങ്. ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. ഞങ്ങൾ നേരത്തെ വേറൊരെണ്ണം കണ്ട് അത് വേറെ ഏതോ വഴിക്ക് പോയി. അതിന് അങ്ങോട്ട് പോകുന്നില്ല, മഴയുണ്ട് കേസ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പോയാലും നമ്മൾ ആളുള്ള സ്ഥലത്തോട്ടൊക്കെ വരുന്നുണ്ട്. അതാണ് ഒരു ആശ്വാസം. ഇവിടെ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് കുറച്ച് മലയാളീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വല്ലൂസാണ്. ഇത് പാമ്പുണ്ടല്ലോ, എന്തിനോ വിഴുങ്ങണിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അതേക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാ പാമ്പ് എര വിഴുങ്ങണതാണോ കാണുന്നത്? അതെ, നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? അല്ല ബ്രോ, പാമ്പ് എര വിഴുങ്ങണ. പിള്ളേരൊക്കെ വൻ ഓണാണ്. വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് ഉരുട്ടുവാണ്. ബാഹുബലിയുടെ ആരൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് അമ്പയാണ്. ഫുള്ള് കോടയാണ് ഗീസ്, ഫുള്ള് കോടയാണ് കേട്ടോ. കോട മാത്രം. അപ്പം ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഈ സൺസെറ്റ് പോയിൻ്റ് ആയിരുന്നു. ഞങ്ങൾ പക്ഷേ കറങ്ങി തിരിഞ്ഞതേ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 1.8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. കോടയായിട്ടൊന്നും കണ്ടുകൂടാ, അതാണ് സത്യാവസ്ഥ. ഞങ്ങളിതേ ലൂയിസ പോയിന്റ് എത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല. ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഒന്നും കാണാൻ പറ്റത്തില്ല ഗീസ്. ഇതേ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതേ ആ കാണുന്നുണ്ടോ? പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഹണിമൂൺ പോയിന്റ്. ഇത് ഹണിമൂൺ പോയിന്റ്, ഇത് ലൂയിസ പോയിന്റ്. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വൈബാണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഈ മഞ്ഞിൻ്റെ ഇറങ്ങി ചാടിയാൽ മതി തോന്നുന്നു. ഒരു രക്ഷയില്ല ഗീസ്, സീരിയസ്ലി ഒരു രക്ഷയില്ല. ഈ കാണുന്ന ഫുള്ള് മഞ്ഞാണ്.
കോട ഇങ്ങനെ കാറ്റടിച്ച് കയറി വരുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? പറഞ്ഞറിയാൻ പറ്റാത്ത ഫീലിങ്സ് ആണ്. ഓവർ തണുപ്പുമില്ല, നല്ല വാം ക്ലൈമറ്റ്, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നൈസാണ്. നമ്മളിന്നൊരു 10 കിലോമീറ്റർ കൂടുതലെങ്കിലും നടന്നിട്ടുണ്ടാവും ഗൈസ്. ഈ നാളുകളിലൊന്നും ഇത്രയും നടന്നിട്ടുണ്ടാവത്തില്ല. ഇവിടെ അതേ ഒരു റിവേഴ്സ് വാട്ടർഫോളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ ഒരു വഴിയില്ല, ഫുള്ള് ഫോഗ് അടിച്ചിരിക്കുവാണ്. വാട്ടർഫോൾ തിരിച്ച് റിവേഴ്സ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ അതിന് പേര് മാത്രം ഇട്ടിരിക്കുന്നതാണെങ്കിലോ? അല്ല, റിവേഴ്സ് ആയിട്ട് പിള്ളേർ വീഡിയോ കണ്ടാ പറഞ്ഞത്, അപ്പം അവരാ ഞങ്ങൾക്കത് പറഞ്ഞു തന്നത്. പക്ഷെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ല, ഫുള്ള് കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി സൺസെറ്റ് പോയിന്റ് പോയാൽ ഇതായിരിക്കും അവസ്ഥ. ഇത് തന്നെയാണ്, സൺസെറ്റ് ഇല്ല ഇന്ന്, അതാണ്. എവിടെ തിരിഞ്ഞാലും കോട മാത്രം. ഞങ്ങൾ അങ്ങനെ തിരിച്ച് നടക്കുവാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇരുട്ടി തുടങ്ങുമ്പോൾ ഒട്ടും തന്നെ കാണാൻ പറ്റത്തില്ല, കോടയും കൂടെ ഉള്ളതുകൊണ്ട്. അവിടെ കൂടെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒന്നും കണ്ടുകൂടാ. 2.5 കിലോമീറ്റർ അതിന് നടക്കേണ്ട, കാലാണെങ്കിൽ അനങ്ങണില്ല. ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞ് ഒരുവിധം ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, മഴ നനഞ്ഞ് ഒരു പരുവമായി, വല്ലാത്തൊരവസ്ഥയായിപ്പോയി അല്ലേ? മഴയും നടത്തവും കാലക്കണി വെയിലില്ലാത്തതുകൊണ്ട് പിന്നെയും കൊള്ളാം, ഇല്ലാന്നുണ്ടെങ്കിൽ തളർന്ന് വീണ തന്നെ. കാലക്കണമെന്നുണ്ടെങ്കിൽ കുത്തി കുത്തി കാണിക്കണം. ഞങ്ങളിത് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ. ഓ, പിന്നെ മസാല മാഗി. ഇവിടെ ഹിൽ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മസാല മാഗി. ഈ മഴയും കോടയും മസാല മാഗി ബൈ ബൈ. ഹിൽ ടോപ്പിലെ മാഗി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. മഴ ചായ വൈബ്സ്. എക്സാക്ട്ലി ഞങ്ങൾ മഴയത്തായിരിക്കുന്നത്. ഒരു ടീ ബ്രേക്ക്.